ഗൈസ്, സ്ക്രീൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ആപ്പുകളാണിത്. ഒന്ന് എനിഡെസ്ക്, അതേപോലെ തന്നെ ഒന്ന് അൾട്രാവ്യൂവർ. ഇത് കൂടാതെ വേറെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ആപ്പുകളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. എനിഡെസ്കിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു കോഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ കണക്ട് ചെയ്യുന്നത് അവരിത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു റിക്വസ്റ്റ് വരും. ഈ ഒരു റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സ്ക്രീൻ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എപ്പോൾ ഡിസ്കണക്ട് ചെയ്യുന്നോ ആ ഒരു സമയത്ത് നമ്മുടെ സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ അവരിൽ നിന്ന് പോവുകയും ചെയ്യും. വീണ്ടും അവർക്ക് കണക്ട് ചെയ്യണമെങ്കിൽ സെയിം കോഡ് ഉപയോഗിച്ച് വീണ്ടും റിക്വസ്റ്റ് തന്നിട്ട് നമ്മൾ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അൾട്രാ വ്യൂവർ ആണെങ്കിൽ നമ്മുടെ ഐഡിയും അതേപോലെ തന്നെ പാസ്വേഡ് ഷെയർ ചെയ്യണം. നമ്മളിത് ക്ലോസ് ചെയ്യാതെ ഓപ്പൺ ചെയ്തിരിക്കുന്ന എത്രത്തോളം സമയമുണ്ടോ അത്രത്തോളം സമയം അവർക്ക് ഈ കമ്പ്യൂട്ടർ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അൾട്രാ വ്യൂവർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന അൾട്രാ വ്യൂവർ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആക്സസ് ഉണ്ടാവില്ല. വീണ്ടും കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ പുതിയ പാസ്വേഡ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അവർ ആ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. അൾട്രാ വ്യൂവറിലും താഴെ നിങ്ങൾക്ക് കാണാം പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി എനിഡെസ്കിലും ഇതേപോലെ തന്നെ അൺഅറ്റൻഡഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ സെറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയും അതേപോലെ തന്നെ പാസ്വേഡും ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഏത് സമയത്തും നെറ്റുള്ള സമയത്ത് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിഡെസ്ക് അൾട്രാ വ്യൂവറൊക്കെ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ സിസ്റ്റം കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പാസ്വേഡും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആക്സസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. അതല്ലെങ്കിൽ അൺഅറ്റൻഡഡ് ആക്സസ് ഡിസേബിൾ ചെയ്ത് വെക്കുക. നമ്മൾക്ക് റിമോട്ട് സപ്പോർട്ട് തരുന്ന എല്ലാവരും പ്രശ്നക്കാരാണെന്നല്ല പറഞ്ഞു വന്നത്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം കൊടുക്കുക. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അറിയാത്തവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.